ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്ന അനുഗ്രഹീതമായ ഈ നല്ല ദിവസം, വിശിഷ്യാൽ ഈ കർത്തൃദിവസത്തിൽ കർത്താവിൻ്റെ തിരുമുഖത്തേക്ക് നോക്കി തൃപ്പാദപീഠത്തിലിരുന്ന് ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് വേണ്ടി കേഴുകയും കെഞ്ചുകയും ചെയ്യുമ്പോൾ പരിശുദ്ധ ദൈവം മനം തുറന്ന് നൽകിത്തരുന്ന സ്വർഗീയ ദൂതിൻ്റെ ഘനം, അതിൻ്റെ മാധുര്യം, അത് നമ്മളിൽ വരുത്തുന്ന പ്രതാപം, അതിൻ്റെ മാറ്റം എത്ര വലുതെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അനുഭവിച്ചറിയുന്നവർക്ക് മാത്രമേ അതിൻ്റെ ശക്തി എത്ര വലുതാണെന്ന് തിരിച്ചറിയാൻ കഴിയത്തുള്ളൂ. വീണ്ടും വീണ്ടും ദൈവത്തിൻ്റെ വചനം കേട്ട് ദൈവത്തിൻ്റെ കൃപ പ്രാപിച്ച് ദൈവിക ശക്തിയാൽ നിറയപ്പെട്ട് ദൈവത്തിൻ്റെ വചനത്തിൽ പുകഴുന്ന, ഇന്നും വചനം കേൾക്കാൻ വേണ്ടി താല്പര്യം കാണിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്ന കൂടെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആഴങ്ങൾ ബോധ്യമാക്കി തരുന്ന എൻ്റെ രക്ഷകനും വീണ്ടെടുപ്പുകാരനുമായിരിക്കുന്ന മഹാദൈവത്തിന്, എൻ്റെ പിതാവിന്, സർവശക്തിയുള്ള ദൈവത്തിന് സകല മഹത്വവും പുകഴ്ചയും കരയറ്റിക്കൊണ്ട് ഇന്ന് ഒരു കർത്തൃദിന ചിന്ത നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ദൈവത്തിൻ്റെ തിരുവെഴുത്തിലേക്ക് ശ്രദ്ധയെ തിരിക്കുകയാണ്. ലളിതമായിരിക്കുന്ന ഒരാത്മീക ആശയം പങ്കുവയ്ക്കേണ്ടതിന് സങ്കീർത്തനങ്ങൾ 129 1-2 വാക്യങ്ങൾ ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. സങ്കീർത്തനങ്ങൾ 129 1-2 വാക്യങ്ങൾ. ഇസ്രായേൽ പറയേണ്ടതെന്തെന്നാൽ, അവർ എൻ്റെ ബാല്യം മുതൽ പലപ്പോഴും എന്നെ ഉപദ്രവിച്ചു. അവർ എൻ്റെ ബാല്യം മുതൽ പലപ്പോഴും എന്നെ ഉപദ്രവിച്ചു, എങ്കിലും അവർ എന്നെ ജയിച്ചില്ല. ഞാൻ ആ വാക്യത്തെ ഒന്ന് ചുരുക്കുകയാണ്, ആശയം ചോരാതെ അതിനെ ഒന്ന് ചുരുക്കി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇസ്രായേൽ പറയേണ്ടത് എന്തെന്നാൽ, എൻ്റെ ബാല്യം മുതൽ പലപ്പോഴും അവരെന്നെ ഉപദ്രവിച്ചു, എങ്കിലും അവരെന്നെ ജയിച്ചില്ല. കുറച്ചുകൂടെ ചുരുക്കി പറഞ്ഞാൽ, ഇസ്രായേൽ പറയേണ്ടത് എന്തെന്നാൽ, ആരൊക്കെ എന്നെ ഉപദ്രവിച്ചെങ്കിലും അവരെന്നെ ജയിച്ചില്ല. ശത്രു ജയിച്ചില്ല എന്നേ പറയാവൂ. അങ്ങനെയല്ലേ ആ വാക്യത്തെ ഇച്ചിരി നേരം ശാന്തമായിട്ട് നിങ്ങൾ ബൈബിളും കൂടി തുറന്നു നോക്കുന്നവരായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതെയോ ഓട്ടത്തിനിടയിൽ ഈ ഒരു ഓഡിയോ ക്ലിപ്പ് കേൾക്കുന്നത് പോലെ മൊബൈലിലോ മറ്റേതെങ്കിലും മീഡിയയിലോ ഇത് കേട്ടിട്ടങ്ങ് വിടുവാണോ? നിങ്ങൾ ബൈബിളുമായിട്ട് ഈ കാര്യത്തിന് മുമ്പിൽ ഇരിക്കുന്നുണ്ടോ എനിക്കറിയില്ല. ഞാൻ നിങ്ങളെ നിർബന്ധിക്കുന്നു, ബൈബിളും കൂടി തുറന്നു നോക്കണം. നിങ്ങളെ സ്പർശിച്ചെങ്കിൽ അടിവരയിട്ട് സൂക്ഷിക്കണം. ഈ വാക്ക് നിങ്ങളെ ബൈബിളിലേക്ക് നോക്കി അങ്ങനെയല്ലേ പറയാവൂ. ദൈവമക്കളോട്, ഇസ്രായേൽ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ജനമാണ്, ദൈവത്തെ സ്തുതിക്കുന്ന ജനമാണ്, ദൈവം വീണ്ടെടുത്ത ജനമാണ്, ദൈവത്തിന് പ്രിയമുള്ള ജനമാണ്, ദൈവം ഭാവി നിർണയിച്ചിരിക്കുന്ന ജനമാണ്, ദൈവത്തിൻ്റെ കാര്യപരിപാടിക്ക് വേണ്ടി ദൈവമായ കർത്താവ് തെരഞ്ഞെടുത്ത് മാറ്റി നിർത്തിയിരിക്കുന്ന അന്നത്തെ ജനതയാണ് ഇസ്രായേൽ. പഴയ നിയമസഭ, മരുഭൂമിയിലെ സഭ എന്നൊക്കെ അവരെ വിളിച്ചിരുന്നു. പുതിയ നിയമത്തിൽ അതേ പദ്ധതിക്ക് വേണ്ടി, ദൈവത്തിൻ്റെ കാര്യപരിപാടിക്ക് വേണ്ടി, ദൈവത്തിൻ്റെ പദ്ധതികൾ നിവർത്തിക്കപ്പെടാൻ വേണ്ടി, ദൈവം സ്നേഹിച്ച് നിത്യതയ്ക്ക് വേണ്ടി ദൈവമായ കർത്താവ് കണ്ട് വേർതിരിച്ച് ദൈവത്തെ അനുസരിച്ച് ജീവിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾ, ദൈവത്തെ സ്തുതിച്ചും ദൈവത്തെ പുകഴ്ത്തിയും ദൈവത്തെ മഹത്വപ്പെടുത്തിയും ദൈവത്തിൻ്റെ വചനമനുസരിച്ചും ജീവിക്കുന്ന ദൈവമക്കൾ അവരോട് പറയുകയാണ്, അവരെന്ത് പറയണം, അവരെന്തേ പറയാവൂ. അത് വളരെ വ്യക്തമായി പറയപ്പെട്ടിരിക്കുന്നൊരു വാക്യമാണ് 129 സങ്കീർത്തനത്തിലെ 1-2 വാക്യങ്ങൾ. ഞാൻ മുമ്പും അനുദിന ചിന്തയിൽ പറഞ്ഞിട്ടുള്ളതാണ്. വിശുദ്ധ ബൈബിളിൽ പല ഭാഗത്ത് ആത്മാവിൽ ആരാധിക്കുന്ന, വീണ്ടെടുപ്പ് ലഭിച്ച, യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച ദൈവമക്കൾ അവർ പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ വചനം പറയുന്നുണ്ട്. അവരെന്ത് പറയണം എന്ന് വചനം വളരെ വ്യക്തമായി പറയുന്ന കൃത്യമായ വാക്യങ്ങൾ ഞാൻ ബൈബിളിൽ കണ്ടിട്ടുണ്ട്. 91 സങ്കീർത്തനത്തിൽ, 107 സങ്കീർത്തനത്തിൽ, എബ്രായ ലേഖനം 13 അധ്യായത്തിൽ, മറ്റു പല ഭാഗത്തെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. അവരിങ്ങനെയേ പറയാവൂ, ഇങ്ങനെ പറയട്ടെ. അങ്ങനെയാണെങ്കിൽ നാം എന്ത് പറയണം എന്ന് പോലും നിശ്ചയിക്കുന്ന സ്വർഗത്തിലെ ദൈവം, വായി തോന്നുന്നതെല്ലാം വിളിച്ചു പറഞ്ഞിട്ട് ദൈവത്തിന് മുൻപ് പോയി എനിക്ക് അനുഗ്രഹം വേണം, വിടുതൽ വേണം, ശുശ്രൂഷ വേണം, അഭിഷേകം വേണം, കൃപ വേണം എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. വളരെ സൂക്ഷ്മതയോടെ വേണം ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം ഓരോ കാര്യങ്ങൾ ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും പറയുകയും ചെയ്യണം. ആദ്യം നമ്മെ തന്നെ സെറ്റ് ചെയ്യണം. എവിടെ മുതൽ? നമ്മുടെ സംഭാഷണം മുതൽ നമ്മൾ ക്ലിയർ ആക്കണം. നാം പറയുന്ന വാക്കുകൾ മുതൽ നമ്മൾ എഡിറ്റ് ചെയ്യണം. ഒരുവൻ ദൈവത്തിലായാൽ, ക്രിസ്തുവിലായാൽ, ഒരുവൻ ദൈവത്തിൽ ആശ്രയിക്കാൻ തുടങ്ങിയാൽ, ഒരുവൻ ദൈവത്തിൻ്റെ വിശുദ്ധിയിലും കൃപയിലും ആശ്രയിച്ച് ജീവിക്കാൻ സന്നദ്ധനായാൽ, അവിടെ അവനെ തന്നെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും, വചനം നമ്മെ സഹായിക്കും. ഒത്തിരി
ദൈവസഭ, ദൈവദാസന്മാരൊക്കെ നമ്മളെ ദൈവത്തിന് കൊള്ളാവുന്നവനാക്കാൻ സഹായിക്കും. പക്ഷെ നമ്മൾ തന്നെ നമ്മളെ ഒരുക്കുക, തന്നെത്താൻ ഒരുക്കുക എന്നൊരു പ്രയോഗം തിരുവെഴുത്തിലുണ്ടെന്ന് മറക്കരുതേ. എങ്ങനെ ഒരുക്കുന്നേ? നമ്മുടെ വർത്തമാനം മുതൽ നമ്മൾ വളരെ സെൻസർ ചെയ്ത് ദൈവത്തിന് ചേരാത്തത്, നമുക്ക് ചേരാത്തത്, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാത്തത്, നമ്മുടെ കൃപ ചോർത്തിക്കളയാത്തത്, അങ്ങനെ ഒത്തിരി ശ്രദ്ധിക്കണം. എന്ത് പറയണം എന്നുള്ളത് വളരെ ഗംഭീരമായൊരാശയമാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ തന്നെത്താൻ ശപിച്ചിട്ടും തലേ കൈവച്ച് പ്രാഗിയിട്ടും നെഞ്ചത്തടിച്ച് നിലവിളിച്ചിട്ടും എപ്പോഴും നിരാശയുടെ വാക്ക് പറഞ്ഞിട്ടും സംശയം 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 മാത്രം മനസ്സിൽ പിശാചെനിക്കിട്ട് പണി തന്നു. ഞാൻ ആ വാക്ക് ഉപയോഗിക്കുമ്പോഴൊന്നും നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ശരിക്കും ഒന്ന് കുറുക്കി കൊള്ളാൻ വേണ്ടി പറയുക എന്ന് തന്നെ അങ്ങ് പറഞ്ഞുകൊണ്ട് നടന്നിട്ട് ഉപവസിച്ചോ പ്രാർത്ഥിച്ചോ എന്ന് എല്ലാവരോടും വിളിച്ച് പറഞ്ഞാൽ ജീവിതകാലത്ത് രക്ഷപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ എന്താ ഈ പറയുന്നത്? പോരാട്ടമുണ്ട് ഇവിടെ ശത്രുവുമായിട്ട് ഭയങ്കര ആത്മീക സംഘട്ടനം. കൈയും കാലും ഉപയോഗിച്ച് കാലുമടക്കി തൊഴിച്ചൊന്നുമല്ല, പക്ഷേ ആത്മീക പോരാട്ടം എന്ന് പറയുന്ന ഒന്നുണ്ട്. ദുഷ്ടപിശാച് നമ്മളെ തോൽപ്പിക്കാൻ ശ്രമിക്കും, നമ്മളോട് പോരാടിയെന്ന് വരും. എന്തൊക്കെ ചെയ്താലും ഒരു ദൈവ പൈതൽ പറയേണ്ടത്, നീ എത്ര പോരാടിയാലും നീ ജയിച്ചെന്നല്ല, നീ ജയിച്ചിട്ടുമില്ല, ജയിക്കത്തുമില്ല. കാരണം ഞാൻ ദൈവത്തിൻ്റെ പൈതലാണ് എന്നേ പറയാവൂ. അങ്ങനെയല്ലേ വാക്ക്? 129 സങ്കീർത്തനം 1 വാക്യം. ദൈവമക്കൾ പറയേണ്ടതെന്തെന്നാൽ, അങ്ങനെയല്ലേ ഉപദേശം? എന്ത് പറയണം? ഇല്ല ദൈവമക്കളെ, ഞാൻ നിങ്ങളെ നോക്കി പറയുക, നിങ്ങളായിട്ട് തീവണ്ടിക്ക് തലവെച്ച് കൊടുക്കുന്നത് പോലെ ശത്രുവിൻ്റെ മുമ്പിലേക്ക് നിങ്ങളായിട്ട് അടിയറ പറയാന്ന് പറഞ്ഞാൽ അവൻ്റെ ആകർഷണ വലയത്തിലും അവനൊരുക്കുന്ന വലയിലും പാപത്തിൻ്റെ ബന്ധനത്തിലും മോഹന വലയത്തിനകത്ത് നമ്മളായിട്ട് ചെന്ന് കുരുങ്ങാതെ നമ്മൾ ദൈവത്തിൻ്റെ പക്ഷം ചേർന്ന് ദൈവത്തിൻ്റെ വചനപ്രകാരം ദൈവത്തെ അനുസരിച്ച് നിൽക്കുന്ന പക്ഷം, നിങ്ങൾ 90 കൊല്ലം ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന് പോരാടിയാലും 90ാമത്തെ വയസ്സിലും പണ്ട് ഫറവോൻ്റെ മുമ്പിൽ യാക്കോബ് പറഞ്ഞതുപോലെ, ഇല്ല, ഒത്തിരി കഷ്ടങ്ങളും പ്രയാസങ്ങളൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്, അനവധി കഷ്ടങ്ങളും സങ്കടങ്ങളും ദൈവം ഞങ്ങളെ കാണുമാറാക്കിയിട്ടുമുണ്ട്, അനവധി സന്ദർഭങ്ങളിൽ ഞങ്ങൾ അകപ്പെട്ടു പോയിട്ടുണ്ട്, വീണുപോയി എന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. വേറൊരു ഭക്തൻ പറഞ്ഞില്ലേ, ദൈവം നോക്കിയാൽ പോലും രക്ഷപ്പെടില്ല എന്ന് എന്നെ നോക്കി ചിലർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്ക് പറയാനുള്ളത്, എൻ്റെ ജീവിതത്തിൽ എത്ര ഉപദ്രവിച്ചാലും ശത്രു ജയിക്കില്ല, ജയിച്ചിട്ടില്ല. അങ്ങനെ പറയാവൂ. അങ്ങനെ പറഞ്ഞ് ശീലിച്ച് നോക്കി. എന്നും അങ്ങ് തലയും ചൊറിഞ്ഞ് കഴുത്തും ചരിച്ചിട്ടുണ്ട്. എൻ്റെ ഭാഷ എന്നാ പറയാൻ, എന്നും അങ്ങ് പോരാട്ടമാണ്, എന്നും അങ്ങ് പ്രശ്നമാണ് എന്നും പറയല്ലേ. പ്രശ്നങ്ങളുണ്ട്, പക്ഷെ പരാജയമാണ്, ഞങ്ങൾക്കിങ്ങനെയായി, ഗതികേടാണ്, ഇതൊന്നും പറയല്ലേ. ഞങ്ങൾക്ക് പോരാട്ടമുണ്ട്. അങ്ങനെയല്ലേ എഫേസ്യ ലേഖനത്തിൽ പറയുന്നത്? പഴയ നിയമത്തിലെ വാക്യമല്ലല്ലോ, നമുക്ക് പോരാട്ടമുണ്ട് എന്നല്ലേ എഴുതിയിരിക്കുന്നത്. നമുക്ക് ശക്തനായൊരു എതിരാളിയുണ്ട്, തന്ത്രശാലിയാണ്. പക്ഷെ ദൈവാത്മാവിൽ ജീവിക്കുമ്പോൾ നമുക്ക് പോരാട്ടമുണ്ട്. പക്ഷേ ഇല്ല, എൻ്റെ വിഷയത്തിൽ ശത്രു ജയിച്ചിട്ടില്ല. 1000 വിഷയമുള്ളവർ ഇത് കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പറയാമോ എന്ന് നിങ്ങൾ വിഷമം കൊണ്ടാണെന്ന് എനിക്കറിയാം. ഞാൻ ഒരിക്കലും ഒരു പ്രാർത്ഥനാ വിഷയം പറയുന്ന ഒരാളെ കളിയാക്കാറില്ല. ഞാൻ സത്യം അറിയാൻ വേണ്ടി ഇച്ചിരി ശബ്ദം ഘടിപ്പിച്ചൊക്കെ പലരോടും പറഞ്ഞിട്ടുണ്ട്. സ്നേഹമില്ലാത്തതുകൊണ്ടല്ല, സത്യം അറിയാനാ. നിങ്ങളത് മനസ്സിലാക്കണം. വേദപുസ്തകത്തിൻ്റെ തത്വങ്ങൾ വിട്ട് നമ്മൾ ജീവിച്ചാൽ നമ്മുടെ ജയം താമസിക്കും. അതുകൊണ്ട് ഞാൻ നിങ്ങളെ വീണ്ടും ആയിരക്കണക്കിന് ഭാരമുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളോട്, എനിക്കൊരു ഭാവിയുണ്ടോ, എനിക്കൊരു വിടുതലുണ്ടോ, എനിക്കെതിരെ ആരെങ്കിലും പോരാടുന്നുണ്ടോ, എന്തെങ്കിലും ബന്ധനമുണ്ടോ എന്നൊക്കെ ചോദിച്ച് കേഴുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ഈ വാക്യം വെച്ചൊരു സത്യം പറയട്ടെ. നിങ്ങളതൊന്നും തപ്പി നടക്കരുത്. നിങ്ങൾ പറയണം, എത്ര പോരാടിയാലും, എത്ര ഉപദ്രവിച്ചാലും, എത്ര ഗൂഢതന്ത്രങ്ങൾ ഒരുക്കിയാലും,
അവർ എന്നെ ജയിച്ചിട്ടില്ല, ജയിക്കത്തുമില്ല. ഇല്ല, ഞാൻ നിങ്ങളെ നോക്കി പറയാം, നിങ്ങളെ ശത്രു ജയിച്ചിട്ടില്ല. ഇനി സമയമുണ്ട്. പ്രാർത്ഥിക്കുക, ഒരുങ്ങ്, ദൈവത്തിൻ്റെ പാദപീഠത്തിൽ ആശ്രയിക്കുക. ദുഷ്ടൻ ജയിച്ചിട്ടില്ല. നിങ്ങളുടെ വിഷയത്തിൽ സാത്താൻ കൊടി നാട്ടിയിട്ടില്ല. അവൻ വിജയകാഹളം മുഴക്കിയിട്ടില്ല. തന്ത്രങ്ങളുമായിട്ട് ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ഇല്ല ബ്രദറെ, ജയിച്ചിട്ടില്ല. സാത്താൻ നിന്നെ ജയിച്ചിട്ടില്ല. നീ കർത്താവിൻ്റെ ചരകടിയിലേക്ക് ചേർന്ന് നിൽക്കുക. നീ യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുക. ഇല്ല സിസ്റ്റർ, നിൻ്റെ വിഷയത്തെക്കുറിച്ച് പരിശുദ്ധാത്മ നിയോഗത്തോടെ പറയുന്നു. സംഭവം ശരിയാണ്, ഒരു മറുപടി പറയാറായിട്ടില്ല. നിൻ്റെ കാര്യം എന്തായി മോളെ എന്ന് ചോദിച്ചാൽ രൂത്തിനോട് പറഞ്ഞ പോലെ എന്തായെന്നൊന്നും പറയാറായിട്ടില്ല. പക്ഷെ എനിക്കൊന്നറിയാം, എൻ്റെ കർത്താവ് ജയാളിയാണ്. എന്നോട് പൊരുതിയവരും പോരാടിയവരും ജയിച്ചിട്ടില്ല. ജയിക്കാൻ എൻ്റെ കർത്താവ് സമ്മതിക്കത്തുമില്ല. 129 സങ്കീർത്തനത്തിൻ്റെ 1-2 വാക്യങ്ങൾ വേണമെങ്കിൽ ഒന്നോടെ വായിച്ചു നോക്കൂ, എന്നിട്ട് പ്രാർത്ഥിക്കാം. ഇസ്രായേൽ പറയേണ്ടത് എന്തെന്നാൽ, അവർ എൻ്റെ ബാല്യം മുതൽ പലപ്പോഴും എന്നെ ഉപദ്രവിച്ചു. അവരെൻ്റെ ബാല്യം മുതൽ പലപ്പോഴും എന്നെ 2 വട്ടം പറഞ്ഞിരിക്കുന്നു. രോഗങ്ങൾ, കഷ്ടങ്ങൾ, പ്രയാസങ്ങൾ, പോരാട്ടങ്ങൾ, ഒന്ന് കഴിയുമ്പോൾ ഒന്ന്. മക്കളുടെ വിഷയം കഴിഞ്ഞപ്പോൾ കൊച്ചുമക്കൾക്ക്, ഇങ്ങനെയൊക്കെ ഒത്തിരി വിഷയങ്ങളിലൂടെ ഞങ്ങളുടെ ശുശ്രൂഷയെ തകർക്കാൻ, ഞങ്ങളുടെ ജീവിതത്തെ ചോദ്യം ചെയ്യാൻ, ഞങ്ങളുടെ ഭാര്യഭർത്തൃ ബന്ധത്തെ ഉലയ്ക്കാൻ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഞങ്ങളിൽ നിന്ന് അകറ്റിക്കൊണ്ടുപോകാനൊക്കെ ഒത്തിരി പോരാടി. പക്ഷെ ഇന്ന് കൃപയുടെ പുൽപ്പിറ്റിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇല്ല ദുഷ്ട പിശാചേ, നീ ജയിച്ചിട്ടില്ല. എൻ്റെ കുഞ്ഞുങ്ങളെ ആട്ടെ, എൻ്റെ കുടുംബത്തെ ആട്ടെ, സങ്കടങ്ങളും ദുഃഖങ്ങളൊക്കെ നേരിട്ടിട്ടുണ്ട്. എന്തൊക്കെ നേരിട്ടാലും പറ, ശത്രു ജയിച്ചു എന്നും പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ മുമ്പിലേക്ക് കയറി നിൽക്കാതെ, ഇല്ല നാഥ, പിടിച്ചു നിൽക്കാൻ കൃപ തന്നാൽ മതി, അവൻ ജയിക്കില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ ബലപ്പെട്. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ട് പറയുന്നു, ഇല്ല, നിങ്ങളെ അവൻ ജയിച്ചിട്ടില്ല. ആര്? ദുഷ്ടപിശാച് നിങ്ങളെ ജയിച്ചിട്ടില്ല. ഉപദ്രവിച്ചവർ നിങ്ങളെ ജയിച്ചിട്ടില്ല. അവരൊക്കെ ആദ്യത്തെ ഗോൾ അടിച്ച പോലെയൊക്കെ ചെയ്ത് കാണും. പക്ഷെ അന്തിമ വിജയം സ്വർഗം നിങ്ങൾക്കൊരുക്കും. അവർ ജയിച്ചിട്ടില്ല എന്ന് തന്നെ ഞാൻ പറയുന്നു ഈ വാക്യം വെച്ച്. നിങ്ങൾ കർത്താവിൽ ആശ്രയിച്ച് എന്തെങ്കിലും പോരായ്മയൊക്കെ ഉണ്ടെങ്കിൽ ദൈവത്തോട് ഏറ്റുപറഞ്ഞ് ജയത്തിന് വേണ്ടി ഒരുങ്ങിക്കോ. സ്വർഗം ബാക്കി ചെയ്യും. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ ഈ നല്ല സമയം കർത്താവിൻ്റെ തിരുമുഖത്തേക്ക് നോക്കി പ്രാർത്ഥിച്ചുകൊണ്ട്, ദൈവമക്കളെ അനുഗ്രഹിച്ചുകൊണ്ട്, ഞാൻ ഈ വാക്യം യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ ഞാൻ തുറന്നു വിടുകയാണ്. ദൂരത്തേക്കിത് പറന്നു പോകുമ്പോൾ ചെന്ന് വീടുന്നിടത്തതൊരു അനുഗ്രഹമാകണേ കർത്താവേ. കേൾക്കുന്ന കാതുകൾക്കിത് ധന്യതയാകണം. തളർന്നുപോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വചനം കൊണ്ട് ഒരു ബലപ്പെടണമേ കർത്താവേ. എൻ്റെ ദൈവത്തോട് അടുത്ത് വരണമേ. പിശാചിനെ പേടിച്ച് നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ധൈര്യപ്പെടുത്തി, കർത്താവ് ഒരപ്പൻ മക്കളെ ചേർത്ത് പിടിക്കുന്നത് പോലെ ഈ വചനം ചേർത്ത് പിടിക്കണം. അങ്ങനെ ദൈവം ചെയ്യുമെന്ന് വിശ്വസിച്ച് തൻ്റെ ജനത്തെ അനുഗ്രഹിക്കുന്നു. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ പിതാവേ. ആമേൻ.